ഒരാളെ കാണിക്കാം കേട്ടോ. ഞാൻ ഇൻട്രോ എടുക്കാൻ നേരം ഇവള് കുശുമ്പ് പിടിച്ച ഒരു കാക്കച്ചി പെണ്ണായിട്ടോ. ദേണ്ട കണ്ടോ, നിങ്ങൾ നോക്കാൻ. ഇതാണ് ഇവിടുത്തെ പരിപാടി. ഞാൻ ഇൻട്രോ എടുക്കാൻ വന്നതാണ്, അവൾക്കും മനസ്സിലായി. അതിനെ എവിടുന്നോ പറന്നു വന്നത്. അങ്ങനെ നോക്കിയിരിക്കുക. ഞാൻ ഇൻട്രോ എടുക്കുമ്പോൾ കാന്ന് പറയാൻ കുശുമ്പ് കണ്ടോ. അതിനാ പരിപാടി കേട്ടോ. ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. അപ്പോഴേ നമ്മൾ ഇൻട്രോ എടുക്കാൻ വന്നതല്ലേ. ഞാൻ കാക്കച്ചി വന്നപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചതായിട്ടോ. ഇവിടെ കുശുമ്പ് വരുത്ത കാക്കയാണെന്ന് നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അറിയാമല്ലോ, എൻ്റെ വീഡിയോക്കകത്തല്ല ഇവള് കിടന്ന് കാക്കാന്ന് നില വിളിക്കുമ്പോൾ അറിയാമല്ലോ. നമ്മൾ സെറ്റ് ചെയ്തില്ല കേട്ടോ. അപ്പോഴാണ് നമ്മൾ കാക്കച്ചിയെ കണ്ടത് കേട്ടോ. എന്നെ കാണാമല്ലോ ഇവിടെ ഇരുന്നാലേ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വീട്ടുവിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോഴേ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കാക്കച്ചി എൻ്റെ തലയുടെ മേളിൽ കൂടെ പറഞ്ഞു കേട്ടോ. എപ്പോഴാ അപ്പി തലേ വീടുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കള വിശേഷങ്ങളും എൻ്റെ കുഞ്ഞു അടുക്കള നിൽക്കുമ്പോൾ തന്നെ ഞാനെല്ലാം പറയുന്നുണ്ടല്ലോ, പിന്നെന്താ കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു, വേറെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ ഉള്ളായിരുന്നു. അലക്കൊക്കെ രാവിലെ അങ്ങ് കഴിഞ്ഞു. ഞാൻ എൻ്റെ ജോലിയൊക്കെ രാവിലെ അങ്ങ് ഒതുക്കിയിട്ടാ പിന്നെ അടുക്കളയിൽ കയറി നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. മുറ്റം തൂപ്പും അതൊക്കെ എന്താ നമ്മളെല്ലാവരും ചെയ്യുന്നതല്ലേ. പിന്നെ മുറ്റം തൂപ്പും പിന്നെ ഈ മുറ്റത്തെ പോച്ചയൊക്കെ രാവിലെ പറിച്ചു. അപ്പോഴും ഫ്രണ്ടെല്ലാം വൃത്തിയായി. ഇനി അവിടെ ഇച്ചിരി ഭാഗം ഉണ്ടായിരുന്നു. രാവിലെ അതായിരുന്നു കേട്ടോ എൻ്റെ പണി. മുറ്റമൊക്കെ പിന്നെ പോച്ച, നമ്മൾ പോച്ചയെന്ന് പറയുന്നത്, ചിലയിടത്ത് പുല്ലെന്ന് പറയും. അതൊക്കെ പറിച്ച് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിച്ചിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണല്ലോ നമ്മളിന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ കമൻറ്റിനകത്ത് ആരാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ജയചേച്ചിയുടെ വീഡിയോ കാണുന്ന ആളും ആയിരിക്കും. ഇനി ജയചേച്ചി എങ്ങാണം പറ്റിച്ചതാണോ എന്നെ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോഴും ഞാനെന്ന് വെച്ചാൽ എൻ്റെ ഒരിത് ഞാനായിട്ട് നിന്ന് തന്നെയാണ് നമ്മളെല്ലാം വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളും കൊണ്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോഴും മറ്റൊരാളെ നമ്മൾ കോപ്പി അടിച്ച് അനുകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല കേട്ടോ. ജയചേച്ചിയെ കണ്ടുപഠിക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഞാനായി നിന്ന് വീഡിയോ എടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോഴന്ന് മുതലേ അങ്ങനെ തന്നെ ഞാനായിട്ട് നിൽക്കാൻ ആരെയും അനുകരിക്കാൻ എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ. ആരായാലും കമൻ്റ് ഇട്ട് ആരായാലും കേട്ടോ, എനിക്ക് ഞാനായിട്ട് നിന്ന് കുഞ്ഞു വീഡിയോ ആണെങ്കിലും കാണുന്നവർ കണ്ടാൽ മതി, ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി എന്നുള്ള ഒരു സ്വഭാവക്കാരിയാണ് കേട്ടോ. നമ്മൾ മറ്റൊരാളെ അനുകരിച്ച് എത്ര നാൾ അവരെ പോലെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കും. എൻ്റെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്നും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഒരിക്കൽ പോലും മറ്റൊരാളായിട്ട് അനുകരിക്കാൻ നമുക്കൊക്കത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത് അങ്ങോട്ട് മുമ്പോട്ട് പോകത്തില്ല. എത്ര ദിവസം അങ്ങനെ മറ്റൊരാളെ നമ്മൾ അനുകരിക്കും, അവരെ പോലെ വീഡിയോ എടുക്കാനും ഒന്നുമില്ല. അങ്ങനെയൊന്നും ഞാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല കേട്ടോ. എൻ്റെ കുഞ്ഞു എന്തായാലും സന്തോഷമായാലും സങ്കടങ്ങളാണെങ്കിലും കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അന്ന് മുതലേ നമ്മൾ നമ്മുടെ വീട്ടിലെ ഉള്ള കാര്യങ്ങളും കൊണ്ടൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നു കേട്ടോ. അപ്പോഴും കുറച്ച് കൂട്ടുകാർ നമുക്ക് സപ്പോർട്ട് നിൽക്കുന്നതുകൊണ്ടോ ഇഷ്ടപ്പെടുന്നതുകൊണ്ടോ കേട്ടോ ഒത്തിരി സന്തോഷം. അതൊക്കെ ചിലപ്പം കമൻറ്റ് നമുക്ക് അങ്ങനെയൊക്കെ വരും. എന്നാലും അതിനോടത്ര മറ്റൊരാളെ കണ്ട് പഠിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കത് അത്ര ഇല്ല കേട്ടോ. ആരെയും കണ്ട് നമ്മൾ പഠിക്കേണ്ട, നമ്മളായിട്ട് നിന്ന് തന്നെ നമ്മൾ ചെയ്താൽ നമുക്ക് എപ്പോഴായാലും ഒരു കുഞ്ഞൊരു ഉയർച്ചയൊക്കെ ഉണ്ടാവും കേട്ടോ. കമൻ്റൊക്കെ ഇടുന്നതിന് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളെ പോലെ മറ്റൊരാളെ ചെയ്യാനൊക്കും. ഇപ്പം കണ്ണ് കടിച്ചിട്ട് കാര്യം എന്താ, ഒന്നുമില്ല. നമ്മളെയും എങ്ങനെയെങ്കിലുമൊക്കെ താമ്പുരാൻ ഓരോ ദിവസം തള്ളി ഉന്തിയൊക്കെ വീടും കേട്ടോ. അതൊക്കെയുള്ളൂ എനിക്ക് പറയാൻ. പിന്നെ ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനോടും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇച്ചിരി സമയമാണെങ്കിലും നല്ല വീഡിയോ ആണ്, സൂപ്പറാണ്, അടിപൊളിയാണെന്ന് ഒക്കെ നമുക്ക് കമൻറ്റ് ഉണ്ടെങ്കിൽ ഇച്ചിരി സമയം നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ആയിരിക്കുമല്ലോ. അതിന് വെറുതെ ആണോ? അങ്ങനെയുള്ളവരെ ദൈവം അവരോട് ചോദിക്കാല്ലേ. അങ്ങനെ കളിപ്പിച്ച് അങ്ങനെ നല്ല വീഡിയോ ആണ്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നവരോടല്ലേ
ഇച്ചിരിയെങ്കിലും ഒന്ന് വാച്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് നമ്മൾ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ അടിപൊളി സൂപ്പർ എന്ന് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും അവരൊന്നും ആ വീഡിയോ കണ്ടിട്ടില്ല. നമുക്കറിയാം നമ്മുടെ ആ വീഡിയോ ഇട്ട് കഴിയുന്ന ഒരു മിനിറ്റ് ആവുന്നതിന് മുമ്പ് അടിപൊളി സൂപ്പർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പാടാണ്. അത് ഒത്തിരി ഞാനത് 2-3 പേരെ ഇങ്ങനെ വാച്ച് ചെയ്ത് വെച്ചേക്കുക. അതൊക്കെ എന്താ നമ്മൾ വേഗം പോയി അവരുടെ വീഡിയോ കാണാനായിരിക്കും അല്ലേ? അതൊക്കെ എന്ത് ഞാൻ പിറ്റേന്നാ നിങ്ങൾ കമൻറ്റ് ഇടുന്നവരുടെ എല്ലാം വീഡിയോ കണ്ടിട്ടാ കേട്ടോ ഞാൻ നിങ്ങളുടെ കമൻറ്റിന് എൻ്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്കൊരു ഹാർട്ട് തരുക കേട്ടോ. അല്ലെങ്കിൽ എനിക്കങ്ങ് വിഷമം വരും. അയ്യോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ വഞ്ചിക്കുകയല്ലേ. അപ്പോഴും നിങ്ങളുടെ വീഡിയോ വന്ന് കണ്ടതിന് ശേഷമാണ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഞാൻ ഹാർട്ട് ഇട്ട് തരുന്നത് കേട്ടോ. ഇച്ചിരി വൈകിയാന്നേലും വീഡിയോ കാണും കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് വൈഫൈ ഒന്നും ഇല്ല കേട്ടോ. അല്ലാതെ ഞാനിങ്ങനെ പകലൊന്നും ഞാൻ അങ്ങനെ വീഡിയോ കാണത്തേ ഇല്ല. എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഇടണ്ടേ. അപ്പോൾ അതിന് പിന്നെ രാത്രി അതിനകത്തുണ്ടെങ്കിൽ പിന്നെ കുറച്ച് പേരുടെയൊക്കെ കാണും. പിന്നെ അല്ലാതെ പിന്നെ അണ്ണൻ്റെയൊക്കെ മൊബൈലിൽ നിന്നൊക്കെ നമ്മൾ കട്ടൊക്കെ എടുത്താൽ ഞാൻ വീഡിയോ കാണുന്നത് കേട്ടോ. നമുക്ക് വൈഫൈ ഇല്ല. അതുകൊണ്ട് എൻ്റേതിന് നമ്മുടെ വീഡിയോയും പോകണം. അതും ചിലപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കാണുമല്ലോ. ഇപ്പോൾ എത്ര GB ചിലപ്പോൾ മോൻ പറയാം അമ്മ കുറച്ചല്ലേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ അരിപ്പിച്ചാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പോഴെല്ലാം സപ്പോർട്ട് ചെയ്യുന്നവരുടെ എല്ലാം വന്ന് ഞാനും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വൈഫൈ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റാതെ വരുന്നത് കേട്ടോ. എനിക്കങ്ങനെ ഒക്കുന്നില്ല. എപ്പോഴായാലും ഞാൻ എല്ലാവരുടെ അടുത്തും വരും കേട്ടോ. കഷ്ടം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ചേച്ചി അങ്ങോട്ട് വരുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഒരു സങ്കടമൊക്കെ നമുക്ക് വരും കേട്ടോ. ഇതാ കാരണം. നമുക്ക് വൈഫൈ ഒന്നുമില്ല. വൈഫൈ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴപ്പോഴും നമ്മുടെ ഇത് വന്ന് കാണാം. ഞാനിങ്ങനെ അരിപ്പിച്ച് വയ്ക്കും. വീഡിയോ ഒന്ന് ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് കാണാൻ നോക്കൂ. പകലൊക്കെ ഇരുന്ന് കുത്തിപ്പറിച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഇടാനൊക്കത്തില്ല കേട്ടോ. നമുക്ക് വൈഫൈ ഒക്കെ എടുക്കുവാണെങ്കിൽ അപ്പോഴങ്ങനെയൊക്കെ നമുക്ക് ഒന്നുമില്ല. അപ്പോഴുള്ളതും കൊണ്ടുള്ള ഫോണും വെച്ചൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഉള്ളടക്കം എൻ്റെ ഫോണിന് കുഴപ്പമായിരുന്നു. ഇപ്പോൾ ശരിയാക്കി, മോൻ ശരിയാക്കി തന്നു കേട്ടോ. ഒത്തിരി സമയമായെന്ന് തോന്നുന്നു. അപ്പോഴേ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകും. എന്നാലും നമ്മൾ പറയണമല്ലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പറയണ്ടേ. നിങ്ങളുടെ അടുത്തല്ലേ ഉള്ളൂ ഇപ്പം പറയാനൊക്കെ. അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാം കേട്ടോ. നമ്മളിങ്ങ് വന്നു കേട്ടോ. രാവിലെ കാപ്പിയൊക്കെ കഴിഞ്ഞിട്ടേ ഇരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കണ്ടേ ഇല്ലയോ. രാവിലെ ഇന്ന് ഞാൻ പറയും മീൻ വാങ്ങിക്കേണ്ടാണ്. പച്ചമീൻ കൂട്ടി ഒരു പരുവായി കേട്ടോ. ഞാൻ പറയും ഇന്ന് മീൻ വാങ്ങിക്കേണ്ട. ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. അണ്ണനും ഉച്ചയ്ക്ക് വരത്തില്ല. പപ്പ വരത്തില്ലെന്ന് പറഞ്ഞേ. അപ്പം ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. അമ്മ ഇവിടെ ഇല്ല, ചേച്ചിയുടെ വീട്ടിൽ പോയി കേട്ടോ. വീണ്ടും അങ്ങ് പോയി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നു മീൻ വാങ്ങിക്കേണ്ട, എനിക്കിന്ന് കൊഞ്ച് കറി വയ്ക്കണമെന്ന് പറഞ്ഞു. ഉണക്ക കൊഞ്ച് പച്ചക്കറി വെച്ച് കഴിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മീൻ വാങ്ങിച്ചേക്കരുത്. ഇവിടെ ഇഷ്ടം പോലെ മീൻ കിട്ടും കേട്ടോ. ഇവിടെ മീൻ ദാരിദ്ര്യമില്ലാത്ത നാടാണ്. ഞങ്ങൾക്ക് എപ്പോഴും മീൻ കിട്ടും കേട്ടോ, പച്ച മീൻ. അതുകൊണ്ട് ഈ ഉണക്കലെന്തോ അങ്ങനെ നമുക്കൊരു കൊതി വരുമ്പോഴെങ്ങാണോ എടുക്കത്തേ ഉള്ളൂ കേട്ടോ. ഇന്നപ്പോഴും കൊഞ്ച് വാങ്ങിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ട് ഒത്തിരി ദിവസമായി. അമ്മ വാങ്ങിച്ചതാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിന്ന് പച്ചക്കൊഞ്ച്, ഇന്ന് ഉണക്കക്കൊഞ്ച്, പച്ചക്കൊഞ്ചല്ല കേട്ടോ, ഉണക്കക്കൊഞ്ച് കറി വയ്ക്കണം. അതുകൊണ്ട് ഇന്ന് മീൻ വാങ്ങിച്ചേക്കരുതെന്ന് പറഞ്ഞു. നല്ല അടിക്കടി വാങ്ങിച്ചാലെന്ന് പറയും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഉണക്കക്കൊഞ്ച് കറി വയ്ക്കാൻ പോവാതെ നമ്മളെല്ലാം അരിഞ്ഞിട്ടു. മാങ്ങയും പച്ചമുളകും പിന്നെ ഞാൻ അരച്ചും വെച്ചു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെക്കണം. എന്നിട്ട് നമ്മളെന്തുവാ കൊഞ്ചൊക്കെ നന്നായിട്ട് കഴുകി നമ്മൾ വറക്കണം. അറിയാമല്ലോ കൊഞ്ചൊക്കെ ഉണക്കുന്നതൊക്കെ. അപ്പോഴും നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വറുത്തിട്ട് ഒന്നാക്കി കേട്ടോ. എന്നിട്ട് ഒരുപാടങ്ങ് പൊടിച്ചില്ല, എന്നാൽ ഒട്ടൊന്ന് ചതഞ്ഞൊക്കെ വന്നു കേട്ടോ. ആ ഒരു പരുവം. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് തീ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇന്ന് നമ്മുടെ കൊഞ്ച് കറി കൂട്ടിയിട്ട് എൻ്റെ മക്കൾ തുള്ളിച്ചാണ്. മോൻ പറയും നല്ലതായിരിക്കും അല്ലേ അമ്മേ, നല്ലതായിരിക്കും അല്ലേ. ഞാൻ പറയും നല്ലതാണ്. വെള്ളം ഒത്തിരി ഇന്നില്ല, ആവശ്യത്തിനേ ഉള്ളൂ കേട്ടോ. ഉപ്പിട്ട് കൊടുത്തില്ല. നമ്മൾ കറിവേപ്പില എൻ്റെ അമ്മ മൂടോടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില
ഉപ്പിട്ട് കൊടുത്തില്ല. ഉപ്പിട്ട് കറിവേപ്പില തോരൻ എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടാം. ഞങ്ങൾ തന്നെ ഉള്ളെങ്കിലുണ്ടല്ലോ ഉടായ്പില കറികളാണ് കേട്ടോ. അമ്മയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ പേടിച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യുന്നത്. നമ്മൾ തന്നെ ഉള്ളെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മുട്ട പൊരിച്ചതോ, മുട്ട പൊരിക്കണേന്ന് മോൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊരു മുട്ടയും കൂടെ ഒക്കെ പൊരിച്ച് ഞങ്ങളങ്ങോട്ട് കഴിക്കും. ഉടായ്പില കറികളാണ് ഇന്നൊക്കെ കേട്ടോ. അതിപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ, ഭർത്താക്കന്മാർ ഉച്ചയ്ക്ക് ചോറിനാൻ വന്നില്ലെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ ഉടായ്പില കറികളാണ്. നമ്മൾ വീട്ടമ്മമാരെല്ലാവരും അങ്ങനെ തട്ടിക്കൂട്ട് പരിപാടിയിലായിരിക്കും അന്ന് പോകുന്നതല്ലേ. തട്ടിക്കൂട്ടാനൊക്കത്തില്ല. നമ്മുടെ മക്കൾ നമ്മൾ ഓടിച്ചിട്ട് അടിക്കില്ലയോ. നല്ല പച്ചമാങ്ങയായിരുന്നു. അപ്പോഴതൊന്നാവട്ടെ. നമുക്ക് തോരനുള്ളത് എന്തെങ്കിലും ആക്കണം. മുട്ട ഒഴിക്കാം. പിന്നെ ചേമ്പിൻ്റെ ഇല്ല, നമ്മുടെ ചെടിച്ചേമ്പുണ്ടല്ലോ, അത് കുറച്ചുണ്ട്. ഞാനത് കണ്ടിച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. കുറച്ചുണ്ട്. അത് നിന്ന് കഴിഞ്ഞാലും എന്തിനാ അങ്ങ് നിർത്തണ്ടെന്ന് വിചാരിച്ചു. അത് കുറച്ചുണ്ട്, ഞങ്ങൾക്ക് മാത്രം മതിയോ. അപ്പോഴതൊന്ന് കണ്ടിച്ചുകൊണ്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ കുഞ്ചും മാങ്ങയും കറി ഏകദേശം സെറ്റായി വന്നു കേട്ടോ. ഇത് ഏതോ ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് കൊഞ്ചും മാങ്ങ കറിയും വെക്കുന്ന ഞാൻ ഒത്തിരി വീഡിയോ ഉണ്ട്. ഒത്തിരി കൂട്ടുകാർ ചെയ്ത ഒരു കറിയാണ് കൊഞ്ചും മാങ്ങ കറി കേട്ടോ. നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നും വെക്കത്തില്ല കേട്ടോ. കൊടുങ്ങല്ലൂർ ഭരണിക്കാന്നോ ദേവിയുടെ ഒത്തിരി കഥകളും ഒക്കെ പറഞ്ഞു. ഈ കൊഞ്ചും മാങ്ങയും കറി അവിടെ ഭയങ്കര ഇതായിട്ടുള്ള ഒരു കറിയാണ് ഇത്. കൊഞ്ചും മാങ്ങയും കറി അല്ലേ, ഞാൻ കേട്ടായിരുന്നു, കണ്ടായിരുന്നു. കള്ളം കേട്ടോ. മുരിങ്ങക്കയൊക്കെ ഇട്ടാലും നല്ലതല്ലേ, ചക്കക്കുരിയൊക്കെ ഇട്ടാലും നല്ലതാണ്. പക്ഷെ നമുക്കതൊന്നും ഇല്ലല്ലോ. ചക്കക്കുരു കിടപ്പുണ്ട്, ഇതിനോടിട്ട് എന്നെ ഓടിക്കും കേട്ടോ. ചക്കക്കുരു ഞങ്ങൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിക്കണം. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പച്ചക്കറിയല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചേമ്പലയും അവിടെ ചെന്നപ്പം കുറച്ച് ചീരയിലയും കിട്ടി കേട്ടോ. ഞാൻ അതും രണ്ടും കൂടെ അങ്ങ് അരിഞ്ഞു വെച്ചു. ഇനി അത് നമുക്ക് തോരൻ വയ്ക്കാം. ചതച്ചും വെച്ചു. സുജാത ചേച്ചിയുടെ കൊച്ചുമോള് ചതച്ചും തന്നു കേട്ടോ. അപ്പോഴിനിയും തോരൻ വയ്ക്കാം. പിന്നെ ചമ്മന്തി മതി മക്കളെ. മാങ്ങ അച്ചാർ ഇരിപ്പുണ്ട്. പിന്നെ മുട്ട പൊരിക്കുക, അതൊക്കെ മതി. കുഞ്ഞു കറികളാണ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കേട്ടോ. ഇതങ്ങോട്ടൊന്ന് വാങ്ങി വയ്ക്കട്ടെ. പൊള്ളോ കയ്യെ ഒരു പേടി. നമുക്കിനി ചീരത്തോരൻ വയ്ക്കാം. ചേമ്പും ചീരയും കൂടെ മിക്സ് ചെയ്ത് തോരൻ. ചൂടാവട്ടെ, എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കണം. ചൂടാവട്ടെ. നാളിലെ ഞാൻ ഏതോ ഇലത്തോരൻ വെച്ചപ്പം കറിവേപ്പില ഇട്ടു കേട്ടോ. ഇലത്തോരനൊന്നും കറിവേപ്പില ഇട്ടില്ലെന്നൊന്നും കുഴപ്പമില്ല കേട്ടോ. അത് ഇലയല്ലേ, കുഴപ്പമില്ല കേട്ടോ. ശരി, അന്നേരം എല്ലാവരും പറഞ്ഞു ഞങ്ങളിവിടെ കറിവേപ്പില ഇടത്തില്ല, ഇലത്തോരൻ വെക്കുന്നതിനെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങ് ഇടുന്നതായിട്ടോ. ഇതേ കടുകിട്ടു. ചടപൊടാന്നങ്ങോട്ടെ പൊട്ടിട്ട് കേട്ടോ. നമുക്ക് പരിചയ പിടിച്ചുകൊണ്ടിരിക്കും. പൊട്ടിട്ട് ഇഷ്ടം പോലെ പൊട്ടിക്കും. ചടപടാന്ന് പൊട്ടട്ടെ. അയ്യോ, എന്തൊരു പൊട്ടുന്നതില്ലയോ. എന്നോട് എന്തോ വൈരാഗ്യമുണ്ട് കടുവിനും, അതാ ഇത്ര മേൽ പൊട്ടുന്നത്. ഒരു പൊട്ടിക്കഴിഞ്ഞ് കേട്ടോ. അപ്പം നമ്മുടെ ചീര കുറച്ചുണ്ട് കേട്ടോ. അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുഞ്ഞു തവി എന്തിയേ? എൻ്റെ കുഞ്ഞു തവി കണ്ടോ? 30 രൂപയുടെ കുഞ്ഞു തവി. എനിക്ക് ഭയങ്കര ഇഷ്ടം. വണ്ടി ഫ്രണ്ടിൽ ഏതോ വണ്ടി വന്നല്ലോ. ആരാണോ മോനെ? ആരാ നോക്കിയ വണ്ടി ഫ്രണ്ടില്? വല്ല സബ്സ്ക്രൈബർമാരും എനിക്ക് എന്തെങ്കിലും അയച്ചു തന്നെയാണോ എന്തോ. തേങ്ങ ഒത്തിരി പേരോട് ചോദിച്ചിരുന്നു. ഇനി അവരെങ്ങാണോ കൊടുത്തു വിട്ടയാണോ?
കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. ഇലക്കൊക്കെ ഒരുപാട് ഉപ്പിട്ട് കൊടുത്താൽ ഉപ്പ് കൂടി. തേങ്ങ പറക്കാൻ പോട്ടെ ഞാൻ. നിങ്ങളാണെങ്കിൽ എനിക്ക് തേങ്ങ കൊടുത്ത് വിട്ടതാണോ? അടച്ച് വെച്ചാൽ നമുക്കൊന്ന് ഇത് സമയമായി വെച്ചിട്ടോട്ടെ, നമുക്ക് നോക്കണ്ടായി. ഇതിനകത്ത് പിന്നെ എളുപ്പമായിക്കോളും. കുറച്ചേ ഇട്ടുള്ളല്ലോ. ഞാനേ വണ്ടി വന്നെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഈ തണൽ നോക്കി എല്ലാവരും വണ്ടി കൊണ്ടിട്ടിട്ട് കുടിയാണ്. ഇതെനിക്കൊന്ന് ചോറുണ്ണാനും കണ്ട കൈയൊക്കെ കഴിയുന്നു കേട്ടോ. ചോറുണ്ണാനും കണ്ട അതൊന്നും നമ്മളെല്ലാവരെയും സംശയിക്കരുതല്ലോ. ഈ തണലുള്ള ഭാഗത്തൊക്കെ ഡ്രൈവർമാരെ നമ്മുടെ ഇവിടെ വെള്ളം കുടിക്കണം എന്ന് അവരോട് പറയാം. അവർ പക്ഷെ കുടിക്കുന്ന വെള്ളം എന്താ വേറെ വെള്ളം അവർ കുടിക്കുന്നത് കേട്ടോ. ദാഹമാണെന്ന് അവർക്ക്. അതിൽ ചോറുണ്ണാനാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ഒരു പുള്ളിക്കാരനെ കയ്യൊക്കെ കഴുകുന്നു ചോറുണ്ണാനായിരിക്കും. നമ്മൾ ദോഷം പറയരുത് കേട്ടോ. എല്ലാവരും അങ്ങനെയൊന്നും ആയിരിക്കത്തില്ലല്ലേ, അങ്ങനെ ദേ അതിവിദഗ്ധമായിട്ട് ഞാൻ ചേമ്പ് തോരൻ വെച്ച് ഒന്നും കൂടെ ഉപ്പ് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്ത് നമ്മൾ മുട്ടയും പൊരിച്ച് ചമ്മന്തി അരയ്ക്കുക കേട്ടോ. തൈരിരിപ്പുണ്ട്. ഞാനേ മുട്ട പൊരിക്കാനേ സവാള അരി കേട്ടോ. ഇനി ചമ്മന്തി കൂടെ അരച്ച് വെച്ചാൽ മതി. നമ്മുടെ പരിപാടി കഴിഞ്ഞു. മുട്ട തല്ലി പൊട്ടിച്ച് ഒഴിക്കട്ടെ. മുട്ടയൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നില്ലേ, കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ എടുക്കണം കേട്ടോ. നമ്മുടെ ചിന്നു ഇവിടെ എവിടെയോ കരയുന്നത് കേട്ടോ. ചിന്നു ബിസിയാ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചിന്നുവിൻ്റെ വിശേഷങ്ങളൊക്കെ. ചിന്നുവിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ദോശക്കല്ലേ വെക്കാൻ കോട്ടാൻ തവി നോക്കിയിട്ട് കണ്ടില്ല. എൻ്റെ ദോശക്കല്ല് എപ്പോഴും ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കും കേട്ടോ. ഞാൻ എപ്പോഴും അത് നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ അപ്പോഴത് നന്നായിട്ട് തേച്ച് കഴുകണം. അല്ലെങ്കിൽ ഈ സൈഡിൽ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ള ദോശക്കല്ല്. നന്നായിട്ട് അത് കഴുകി നമ്മൾ നീറ്റായിട്ട് വയ്ക്കണം. എനിക്കിഷ്ടമല്ല ദോശക്കല്ലിനകത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഭയങ്കര ദേഷ്യം എനിക്ക് അങ്ങനെയുള്ള ദോശക്കല്ല്. അപ്പോഴെപ്പോഴും അങ്ങോട്ട് കഴുകി നന്നായിട്ട് നമ്മൾ ദോശ ഇട്ടൊക്കുമ്പോൾ അതിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ ഇരിക്കും. അത് നന്നായിട്ട് തേച്ചരച്ച് കളയണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ഉണ്ടാക്കും, ഒരു ലോഡ് കാണും പിന്നെ അവസാനം വരുമ്പം. എന്തിനാ അപ്പോഴെപ്പോഴും നല്ല നീറ്റായിട്ട് അങ്ങോട്ട് കഴുകി വയ്ക്കണം. എൻ്റെ ദോശക്കല്ല് നല്ല സുന്ദര കുട്ടപ്പിയായിട്ടായിരിക്കും കേട്ടോ, ഒന്നുമില്ല. പണ്ടൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ മുട്ട പൊരിച്ചാലും തിന്നാലും ഒക്കെ എന്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുട്ട പൊരിക്കുമ്പോൾ തന്നെ എന്തൊരു മണമായിരുന്നു ഇല്ലയോ? ഇപ്പോഴും ഒരു മണവും ഇല്ല, ഒരു ടേസ്റ്റും ഇല്ല. വെറുതെ നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ കഴിക്കത്തില്ലേ, അതുമാതിരി അങ്ങ് കഴിക്കുമോ. മുട്ടയാണെന്നും പറഞ്ഞ് ഒരു പിന്നെ നാടൻ കോഴിയുടെ മുട്ടയൊക്കെ എനിക്ക് തോന്നുന്നു, നമുക്കറിയത്തില്ലേ. അപ്പോൾ മുട്ട ഇനിയും വേണേ. ഞാനിത് പിന്നെ ഒരു കൂട്ടർക്കുള്ളതേ. ഇനി ഞാൻ ചമ്മന്തി അരയ്ക്കട്ടെ. ചമ്മന്തിയും കൂടെ അരച്ച് വെച്ചാൽ പണി കഴിഞ്ഞു. തൈരിരിപ്പുണ്ട്, മാങ്ങ അച്ചാറുണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ മതി കേട്ടോ. കുശാലാണ് ഇന്നത്തെ, ഇല്ലേ മോനെ? ഞങ്ങൾക്ക് കുശാലാണ്. ഞങ്ങൾക്ക് ഇതേപോലെയുള്ള കറികളും കൂട്ടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. മക്കൾക്കും അതൊക്കെ തന്നെ, അവർക്കും വലിയ നിർബന്ധമൊന്നുമില്ല. അമ്മയുടെ ഉടായിപ്പിലെ കറി കൂട്ടി അവരും ശീലമായി കേട്ടോ. അങ്ങനെ വേണം. നമ്മുടെ വീട്ടിൽ ഉള്ളത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം.
പിന്നെ നിർബന്ധം പിടിക്കുന്ന പിള്ളേരുണ്ട് എൻ്റെ പൊന്നെ. ചിലതിൻ്റെയൊക്കെ നിർബന്ധം കാണും. എനിക്ക് അത് വേണം, എനിക്ക് ചിക്കൻ്റെ കാല് വേണം, എനിക്ക് അത് വേണം, ഇത് വേണം. ഇവിടെ പിന്നെ രണ്ടുപേര് എൻ്റെ കൊച്ചുങ്ങൾ നല്ല മര്യാദക്കാരെ 2 പിള്ളേരുള്ളത് കേട്ടോ. എൻ്റെ സ്വഭാവം ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. വലിയ പൊക്കമൊന്നും പറയല്ല കേട്ടോ. ഒരു നിർബന്ധവും ഇല്ല, ഒരു വഴക്കുമില്ല. അവരെ നമുക്ക് വെളിയിലോട്ട് കൊണ്ടുപോകാനും നോക്കും കേട്ടോ. അത് കുഞ്ഞുനാൾ മുതലേ അങ്ങനെ. എന്താ നമ്മളങ്ങനെ പുറത്ത് പോയി അങ്ങനെ ഒന്നും അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ നല്ല കൊച്ചുങ്ങളായിട്ട് വളർന്നു വന്നു. ചില പിള്ളേർ റോഡിൻ്റെ നടുക്കൊക്കെ കടന്ന് ഉരുളുന്നതാണ്. അയ്യോ ഇല്ലേ മോനെ? ചമ്മന്തി അരക്കട്ടെ. ഇനി കൊച്ചുമോളെയും കൊണ്ട് ചമ്മന്തി അരക്കട്ടെ കേട്ടോ. കൊച്ചുമോളെ മാടി, ഇങ്ങോട്ട് മാടി. ഇങ്ങനെ ദേ നമ്മുടെ വിഭവങ്ങളെല്ലാം റെഡിയായി. പിന്നെ വലിയ വിഭവങ്ങളല്ലേ ഇത്. എന്താ കൊഞ്ചും മാങ്ങയും കറി, സലാഡ് ഉണ്ടാക്കി, ദേ ചീരത്തോറ്, നമ്മൾ ചമ്മന്തി അരച്ചു, മുട്ട പൊരിച്ചു കഴിഞ്ഞ ഉടനെ എൻ്റെ ദോശക്കല്ല് കഴുകി ക്ലീനാക്കി വെച്ച് കേട്ടോ. എനിക്ക് അപ്പോഴേ കഴുകി വെച്ചില്ലെങ്കിൽ ഭയങ്കര തേച്ചു. അപ്പോഴിതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറിന് കേട്ടോ. കുഞ്ഞു കൂട്ടാനും കറികളും അല്ലേ. മാങ്ങാച്ചാറുണ്ട്, ഇനി അതും കൂട്ടി ഞങ്ങൾ ചോറ് കൊണ്ടു കഴിക്കാം നമുക്ക്. അങ്ങനെ ദേ ഞങ്ങൾ വിളമ്പി. ദേ ചമ്മന്തിയൊക്കെ അങ്ങോട്ട് ഉരുട്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് മോനാട്ടോ. ഒരു വയറല്ലേ, ഒരു ഉണ്ണി വയറല്ലേ ഉള്ളൂ, അതിന് ഒരു പാത്രം മതി ഇല്ലയോ മോനെ? അപ്പോഴ് 2, 4, 5, 6 കൂട്ടം കൂട്ടാനും കൂട്ടി വയറ് നിറച്ചും ചോറുണ്ടോ. എളുപ്പം പാവ ചോറുണ്ടോ കേട്ടോ. ഞാൻ വിളമ്പിയില്ല കേട്ടോ. മക്കൾ കഴിച്ചോ. അങ്ങനെ ചോറൊക്കെ വന്നിട്ട് വൈകിട്ടായി കേട്ടോ. വൈകിട്ട് ഒരു ഉച്ചയൊക്കെ 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ഇവിടെ തണലാവും. അപ്പോൾ ഞാൻ ഇന്നലെ പോച്ചയൊക്കെ പറിച്ച് സില്ലറ കുട്ടപ്പനാക്കി അതേ മിറ്റമൊക്കെ രാവിലെ കുറച്ചൊക്കെ പറിച്ചു കഴിഞ്ഞു. എന്നിട്ട് ദേ ഇവിടെ എന്തിനാണെന്നറിയോ പോച്ച പറിച്ചത്? ഇവിടെ പെയിൻ്റ് അടിക്കാനായിരുന്നു. ഇന്ന് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചു കേട്ടോ. സുന്ദര കുട്ടപ്പനാക്കി വെച്ചു. പെയിൻറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കും കേട്ടോ. എനിക്ക് പെയിൻറ്റ് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. കേൾക്കുന്നുണ്ടോ? അപ്പോഴും ഞങ്ങൾ പെയിൻ്റൊക്കെ അടിച്ചതേ. ഈ 2 വശത്തും പുല്ല്. എന്നാലും നമ്മുടെ ഈ 2 സൈഡ് ഇത് പുല്ലല്ല കേട്ടോ, ഇത് പോച്ചയാണ്. ബാക്കിയുള്ളിടത്തെല്ലാം ഞാൻ പുല്ല് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ പുല്ലെന്ന് പറയുന്നത് നല്ല പുല്ലുണ്ടല്ലോ, അല്ല അവിടെ നട്ടേക്കുന്നത് ആ പുല്ലല്ല ഇത് കേട്ടോ. ഇത് പോച്ചയാണ്. ഞാൻ പോച്ച ഇങ്ങനെ വളർന്നു വരാതെ 2 സൈഡിലും ഒരു ബോർഡറായിട്ട് ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. നട്ടതല്ല, തന്നെ കിളിച്ച് വന്ന പോച്ചയാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചു ആ പുല്ലിനെക്കാട്ടിലും നല്ലത് ഈ പോച്ചയാണ്. അപ്പോഴും ബോർഡറായിട്ട് നിൽക്കുന്നുണ്ടോ, നല്ല രസമില്ലേ? ഞാനിവിടെ നടുക്കും നിൽക്കാം. നല്ലതും കാണുന്നോ കേൾക്കുന്നോ ഒന്നും അറിയത്തില്ല കേട്ടോ. അപ്പോഴിങ്ങനെ ഇരിക്കും. നല്ല രസമുണ്ട് കേട്ടോ. ഗ്രേ കളർ പെയിൻ്റ് അടിച്ചത്. നേരത്തെ വേറൊരു നീല കളറായിരുന്നു കേട്ടോ. അപ്പോഴും വെറുതെ ഒന്നും ഇരിക്കത്തില്ല. നമ്മൾ ജോലിയില്ലാത്തപ്പോൾ നമ്മൾ വെറുതെ ഒന്നും ഇരിക്കത്തില്ല. ഉച്ച കഴിഞ്ഞും പണിയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു പണികളൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. അമ്മൂമ്മയാകുമ്പോൾ ഞാൻ ദേ ഇങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ വടിയും കുത്തി ഇങ്ങനെ നടക്കും. ഇങ്ങനെ നിന്നപ്പോൾ എനിക്കത് തോന്നി കേട്ടോ. ദേ അമ്മൂമ്മ നമ്മൾ കമ്പ് കുത്തിയല്ലേ, പ്രായമാകുമ്പോൾ നമ്മൾ കമ്പ് കുത്തും കേട്ടോ. അല്ലാതെ നമുക്ക് നടക്കാനും ഇതൊക്കെ വേകുമ്പോൾ നമ്മൾ കമ്പ് കുത്തി ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഞാൻ വരും. അപ്പോഴന്നും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമോ? സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ.